നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. TP കേസിലെ പ്രതികൾ നടത്തിയ പരസ്യ മദ്യപാനത്തിന് സഹായിച്ച പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാവുകയോ ജയിലിലെ തങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിന് ഭംഗം ഉണ്ടാവുകയോ ചെയ്താൽ നടന്നതെല്ലാം വിളിച്ചു പറയുമെന്ന് കൊടിസുനി അടക്കമുള്ള പ്രതികളുടെ ഭീഷണി. കണ്ണൂരിലെ ഒരു പ്രമുഖ CPM നേതാവ് വഴിയാണ് വിവരം CPM സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ചത്. ഇതിന് പിന്നാലെ TP കേസിലെ പ്രതി TK രജീഷിന് സർക്കാർ ഭീഷണിക്ക് വഴങ്ങി പരോൾ അനുവദിച്ചു. മുഖം രക്ഷിക്കാനായി സസ്പെൻഡ് ചെയ്ത പോലീസുകാർ വൈകാതെ തിരിച്ചെടുക്കും. ജയിലിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ സുഹൃത്തുക്കൾ അവസരമൊരുക്കിയിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട്. TP കേസ് പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ പോലീസ് സാന്നിധ്യത്തിൽ ഹോട്ടലിന് പുറത്ത് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസ് വിചാരണയ്ക്ക് ജൂലൈ 17 തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കി മടങ്ങുമ്പോഴാണ് ഇത്. സംഭവത്തിൽ AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ജിഷ്ണു, വൈശാഖ്, വിനീഷ് എന്നിവരെ സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കാൻ അവസരമുണ്ടാക്കിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. സുഹൃത്തുക്കൾ അവിടെ എത്തി കാറിന് സമീപത്ത് വെച്ച് മദ്യം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുമ്പോഴൊക്കെ സുഹൃത്തുക്കൾ മദ്യം എത്തിച്ചു നൽകാറുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഉന്നത ഇടപെടലിനെ തുടർന്ന് എക്സ്കോർട്ട് പോലീസുകാർക്ക് ഇടപെടാൻ സാധിക്കാറില്ല. കോടതിയിൽ ഹാജരാക്കി തിരിച്ചെത്തുമ്പോൾ ഇവരുടെ കൈവശമുള്ള ബാഗ് പരിശോധിക്കാറുമില്ല. പുറത്തുനിന്നെത്തുമ്പോൾ പരിശോധിച്ച ശേഷമേ തടവുകാരെ ജയിലിൽ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. ജൂലൈ 21 കൊടിസുനിക്ക് 15 ദിവസത്തെ പരോൾ ലഭിച്ചിരുന്നു. വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് പരോൾ റദ്ദാക്കി. ജൂലൈ 31 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തിച്ചു. പരോൾ സമയത്ത് സുനി കർണാടകയിൽ പോയെന്നും കണ്ടെത്തിയിരുന്നു. ന്യൂമാഹിയിൽ BJP പ്രവർത്തകരായ വിജിത്തിനെയും ബിനോജിനെയും കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയായ സുനിയെ ഈ കേസിന്റെ വിചാരണ തുടങ്ങിയപ്പോഴാണ് ജനുവരി 29 തവന്നൂർ സെൻട്രൽ ജയിലിന് കണ്ണൂരിലേക്ക് മാറ്റിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനെന്ന പേരിൽ തലശ്ശേരിയിലെ ബാറിന്റെ പാർക്കിംഗിൽ എത്തിച്ചായിരുന്നു മദ്യപാനത്തിനായി പോലീസ് സഹായം പ്രതികൾക്ക് ലഭിച്ചത്. ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാകണമെന്ന ചട്ടം കാറ്റിൽ പറത്തിയായിരുന്നു മദ്യപാനം. പോലീസുകാരൻ പ്രതികളുടെ സമീപത്തിലില്ല എന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ AR ക്യാമ്പിലെ 3 പോലീസുകാരെയാണ് കണ്ണൂർ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. TP വധക്കേസ് പ്രതികളുടെ മദ്യപാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. TP കേസ് പ്രതികൾക്ക് എക്സ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാത്തതാണ് തീരുമാനം. കോടതി പരിസരത്തും യാത്രയിലും കൂടുതൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉണ്ടാകും. വിലങ്ങ് നിർബന്ധമാക്കാനും തീരുമാനമായിട്ടുണ്ട്. മദ്യപാനത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടിയതായി പോലീസ് അറിയിച്ചു. ഇത് പോലീസിന്റെ മറ്റൊരു പരിഹാസമായി മാറും. കൊടിസുനിയും കൂട്ടരും കോടതി പരിസരത്ത് വെച്ച് ഇതിനു മുമ്പും മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. കൊടിസുനിയും സംഘവും കോടതിയിൽ ഹാജരാക്കിയ ദിവസം ഹോട്ടൽ മുറിയിൽ നിന്ന് പരസ്യ മദ്യപാനം നടത്തിയെന്ന വിവാദങ്ങൾക്കിടെ TP വധക്കേസിലെ മറ്റൊരു പ്രതിക്ക് കൂടി പരോൾ അനുവദിച്ചു. TK രജീഷിനാണ് 2 ദിവസം മുൻപ് പരോൾ അനുവദിച്ചത്. എറണാകുളം വിട്ടുപോകരുത് എന്ന വ്യവസ്ഥയിലാണ് പരോൾ. കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനം വിവാദമായതിനിടയിലാണ് രജീഷിന് പരോൾ അനുവദിച്ചത്. ആരെങ്കിലും തെറ്റ് ചെയ്തതിന് അർഹതപ്പെട്ടവർക്ക് പരോൾ നിഷേധിക്കാനാവില്ല എന്ന് ജയിൽ ഉപദേശക സമിതി അംഗം P ജയരാജൻ പ്രതികരിച്ചു. കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പാണ്ഡ്യം പത്തായ കുന്ന് കരായിറ്റിന്റെ വീട് രജീഷ് എന്ന 35 വയസ്സുകാരനെ പരോളിൽ അപേക്ഷിക്കുകയും വിടുകയും ചെയ്തത്. P ജയരാജനാണ് ജയിൽ ഉപദേശക സമിതി അംഗം. പ്രതികൾക്ക് പരോൾ നൽകണമോ എന്ന് തീരുമാനിക്കുന്ന ഉന്നത സമിതിയാണ് ഇത്. ജയരാജന്റെ തീരുമാനം സർക്കാരിലെത്തിയാൽ പരോൾ നൽകുമെന്നത് ഉറപ്പാണ്. പിണറായിയും P ജയരാജനും തമ്മിൽ നല്ല ബന്ധം ഇല്ലെങ്കിലും TP കേസിലെ വാസ്തവം പുറത്തറിയാതിരിക്കാൻ പിണറായി വേഗം പരോൾ അനുവദിക്കും. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പരസ്യമായി മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ നടപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ ഒതുക്കുകയും ആയിരുന്നു. പ്രതികൾ മദ്യപിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മദ്യം എത്തിച്ച വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീട്ടിയിട്ടില്ല. ഇത് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണമാണ് എന്ന് കരുതേണ്ടി വരും. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ പോലീസ് കാവലിൽ കൊടിസുനി മദ്യപിക്കുന്നത് വ്യക്തമായിരുന്നു. സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടായില്ല. വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം CPO ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവർക്കെതിരായിരുന്നു നടപടി സ്വീകരിച്ചത്. ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. TP ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യം നൽകാനുള്ള വഴിവിട്ട നീക്കം CPMനെയും സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് തടിയൂരാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നടത്തിയത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമല്ലെന്നും പറഞ്ഞ
പറഞ്ഞ സ്പീക്കർ സബ്മിഷൻ വേളയിൽ എത്താതിരിക്കാനും ശ്രമിച്ചിരുന്നു. സഭയിലെത്താതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MP രാജേഷാണ് മറുപടി നൽകിയത്. ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. TP കേസ് പ്രതികൾ വാ തുറന്നാൽ CPMന്റെ ഉന്നത നേതാക്കൾ പലരും ജയിലിനഴിക്കുള്ളിലാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടിക്ക് പ്രതികളെ ഭയമാണ് എന്നും പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നുമുള്ള പ്രതിപക്ഷ ആരോപണം പ്രതിരോധിക്കാനാകാതെ നേതൃത്വം കുഴഞ്ഞു. ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി വിഷയം തണുപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത്. TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സജിത്ത് എന്നിവർക്ക് മോചനത്തെ വഴിയൊരുക്കാനുള്ള നീക്കം വിവാദമായി കത്തിപ്പടരുന്നതിനിടയിൽ ട്രൗസർ മനോജിന്റെ വിഷയത്തിൽ പോലീസ് KK രമയെ ബന്ധപ്പെടുകയും പ്രതിപക്ഷ ശക്തമായ ആയുധമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ട 3 പേർ ഉൾപ്പെടെയുള്ള 9 പേർക്ക് 20 വർഷം തടവും പൂർത്തിയാകും വരെ ഇളവ് പാടില്ല എന്ന് ഹൈക്കോടതി വിധി വന്നിട്ട് മാസങ്ങൾ മാത്രമായപ്പോഴാണ് ഇവരെ പുറത്തിറക്കാൻ നീക്കം നടത്തിയത്. അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്തതാണ് എന്ന് കരുതാൻ വയ്യ. ശിക്ഷ ഇളവ് നൽകാനുള്ളവരുടെ പട്ടികയിൽ TP കേസ് പ്രതികൾ ഉൾപ്പെട്ടത് ഉദ്യോഗസ്ഥന്റെ പിഴവാണ് എന്നും വിശദീകരണം തേടിയതുള്ള ജയിൽ DIGയുടെ ന്യായവും തടിയൂരാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ TP കേസ് പ്രതികളുടെ പേര് ശിക്ഷ ഇളവിനുള്ള പട്ടികയിൽ വരില്ല എന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ ജയിൽ ഉപദേശക സമിതിയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനും അംഗമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി അർഹരായ തടവുകാർക്ക് 15 ദിവസം മുതൽ 1 വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടികയിൽ TP കേസ് പ്രതികളായ TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S സജിത്ത് എന്നിവരുടെ പേരുകൾ തിരികെ കയറ്റിയതോടുകൂടിയാണ് വിവാദത്തിന് തുടക്കമായത്. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പട്ടിക തയ്യാറാക്കിയത്. പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തും പട്ടികയും പുറത്തായതോടുകൂടി ഇതിനെതിരെ പ്രതിപക്ഷവും TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയും രംഗത്തെത്തി. ജൂൺ 3-ന് ആഭ്യന്തര വകുപ്പ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് 188 പേരുടെ പട്ടിക തയ്യാറാക്കി 13-ന് കമ്മീഷണർക്ക് കത്തയച്ചത്. 14 വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ചാൽ ജീവപര്യന്തക്കാരെ വിട്ടയക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിലവിൽ 10 വർഷം ശിക്ഷ അനുഭവിച്ച പ്രതികൾക്ക് 1 വർഷം ഇളവ് കൂടി ലഭിച്ചാൽ ഈ ആനുകൂല്യത്തിൽ നേരത്തെ പുറത്തിറങ്ങാനും കഴിയും. എന്നാൽ രജീഷിനും ഷാഫിയും സജിത്തും ഉൾപ്പെടെ 9 പ്രതികൾ 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇളവ് അനുവദിക്കരുത് എന്ന ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവ് ഇട്ടിരുന്നു. രജീഷും അതുപോലെ തന്നെ ഷാഫിയും ഉൾപ്പെടെ 6 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം തന്നെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് സർക്കാരിന്റെ നീക്കവും വരുന്നത്. KC രാമചന്ദ്രനും ട്രൗസർ മനോജും സജിത്തും ജയിലിന് പുറത്ത് 1000 ദിവസത്തിലധികം കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. 6 പേർക്ക് 500-ലധികം ദിവസം പരോൾ ലഭിച്ചപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് 60 ദിവസം പരോൾ ലഭിച്ചു. സഭയിൽ തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് 1ാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള കണക്ക് പുറത്തുവന്നത്. പലപ്പോഴും ജയിലിൽ പ്രശ്നക്കാരായ ഇവരെ ജയിൽ മാറ്റിയാലും മറ്റിടങ്ങളിലും ഈ സർവ്വ സ്വാതന്ത്ര്യം തന്നെയാണ്. അനൂപ്, മനോജ്, സിജിത്ത്, റഫീഖ്, മനോജ്, KC രാമചന്ദ്രൻ, കുഞ്ഞനന്ദൻ, ഷാഫി, ഷിനോജ്, രജീഷ്, സുനിൽകുമാർ എന്നിവരാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ. കൊടിസുനിക്ക് ഈ വർഷം ആദ്യവും പരോൾ അനുവദിച്ചിരുന്നു. പരോളിലിരിക്കെയാണ് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ സുനി കണ്ടതും. PK കുഞ്ഞനന്ദന് 327 ദിവസമാണ് പരോൾ അനുവദിച്ചത്. 2020 മാർച്ച് 20-ന് 3 ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. ജാമ്യത്തിലിരിക്കെ ജൂൺ 11-നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. KC രാമചന്ദ്രൻ 28 തവണയായി 1081 ദിവസമാണ് പരോൾ അനുവദിച്ചത്. TP കൊലക്കേസിൽ വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും CPM മുൻ നേതാവും 8ാം പ്രതിയുമായ KC രാമചന്ദ്രന് കുറ്റബോധമില്ല എന്ന റിപ്പോർട്ട് അടക്കം നേരത്തെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. പരോൾ കാലത്ത് തന്റെ നേതൃത്വത്തിൽ സമൂഹ സേവനത്തിന് ഭാഗമായി വയോധികർക്കായി വീട് നിർമ്മാണം നടത്തി. പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കടബാധ്യതയുണ്ട്. പോലീസ് മർദ്ദന, നട്ടലിന് പരിക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രാമചന്ദ്രൻ കോടതിയിൽ മുമ്പാകെ പറഞ്ഞിരുന്നു. TK രാജേഷ് 21 തവണയായി 940 ദിവസം പരോൾ അനുവദിച്ചു. ട്രൗസർ മനോജ് എന്ന മനോജ് 26 തവണയാണ് 1068 ദിവസം പരോൾ ജയിലിന് പുറത്ത് കഴിഞ്ഞത് എന്ന് ഈ പുറത്തുവന്ന വിവരം പറയുന്നു. അണ്ണൻ സജിത്ത് എന്ന സിജിത്ത് 21 തവണയായി 1078 ദിവസമാണ് പരോളിൽ പുറത്തിറങ്ങിയത്. ഇങ്ങനെ ദിവസങ്ങൾ കൂടുംതോറും പരോളുകൾ അങ്ങനെ സുഖിച്ച് അനുഭവിക്കുകയാണ്. കസ്റ്റഡിയിലെ മദ്യപാനത്തിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെങ്കിലും തൽക്കാലം നിശബ്ദത പാലിക്കാനാണ് നിർദ്ദേശം. വിവാദം വൈകാതെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. വിവാദം തീരുമ്പോൾ പഴയപടി മുന്നോട്ട് പോകാമെന്നാണ് സർക്കാർ കരുതുന്നത്.